ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടെന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് മാഞ്ഞൂർ ആൻഡ് ഹോംസ് ഇന്ന് പുതിയൊരു വീട് പരിചയപ്പെടുത്തുകയാണ്. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി മെയിൻ ടൗണിൽ നിന്നും വെറും 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റിൽ 4 BHK 4 സെൻറ്റ് പ്ലോട്ടിൽ 4 BHK വില്ലയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുടെ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പുക്കാട്ടുപടി ലൊക്കേഷനാണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി തന്നെയാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയാണ്. സോ ഈ വീടിൻ്റെ വിവരങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുക. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെയാണ് നിൽക്കുന്നത്. വീടിൻ്റെ മുറ്റം ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് കലപ്പാക്കലിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസോട് കൂടിയാണ്. ഇവിടെ കാർ പോർച്ച് നമുക്ക് 2 കാറുകൾ ഇടാനുള്ള സ്പേസ്. ഒരു കാർ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ കാർ പോർച്ച് ഇവിടെ കവേർഡ് കാർ പോർച്ച് ഇവിടെയും വരുന്നുണ്ട്. 2 കാറുകൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ നാച്ചുറൽ വാട്ടർ, അതായത് വെൽ വാട്ടർ തന്നെ കിട്ടുന്ന രീതിയിൽ കിണറും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട്. സോ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. അത് നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ലിവിങ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല ഒരു വലിയ വിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ്. നമുക്കിവിടെ ഒരു കോർണർ സോഫയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെയുണ്ട്. കൂടാതെ TV യൂണിറ്റ് ഏരിയ ഈ ഒരു സ്പേസിൽ കിട്ടുന്നുണ്ട്. കൂടാതെ നല്ലൊരു വാളെല്ലാം ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമായ ഒരു എലഗൻ സ്റ്റൈലിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ സീലിംഗ് വർക്കുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. അടുത്തതായി നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പോകാം. ഇതാണ് ഡൈനിങ് ഏരിയ സ്പേസ്. ഇവിടെ വാഷ് ഏരിയ യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റെയർകേസിന് തൊട്ട് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കൂടാതെ നല്ല ഒരു ഒരു ഡൈനിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടും. നമുക്കൊരു നല്ലൊരു 6 പേർക്കൊക്കെ ഇരിക്കാൻ നല്ലൊരു ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്കൊരു മോഡുലാർ ഡിസൈനിലുള്ള ഒരു കിച്ചൺ കിട്ടുന്നത്. വളരെ മനോഹരമായ ഡിസൈനുള്ള ഒരു കിച്ചണാണ്. നല്ല സ്റ്റോറേജ് ഏരിയകളും എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസും നമുക്കിവിടെ കിട്ടുന്നു. ടോട്ടൽ 4 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ലൊരു വിശാലമായ ഒരു ബെഡ്റൂമാണ്. ഇവിടെ വാൾപേപ്പർ ഡിസൈനും അതുപോലെ തന്നെ വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം മറ്റു ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് സൈസ് കുറഞ്ഞൊരു ബെഡ്റൂമാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡ് റെയിലിനെ പറ്റി പറയേണ്ടതുണ്ട്. ഗ്ലാസ് അതുപോലെ തന്നെ വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഹാൻഡ് റെയിലുകളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എൻറ്റയർലി ഫുൾ ഒരു ഗ്ലാസ് ഇട്ട ഒരുപാട് ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ലൊരു ഡിസൈനിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണി സ്പേസും അതുപോലെ 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടിയാണ്. 2 ബെഡ്റൂമുകൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു മെയിൻ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു വാർഡ്രോബ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കൂടാതെ നല്ലൊരു സീലിംഗ് വർക്കും അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഒരു ഏരിയ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. കൂടാതെ വാർഡ്രോബ് നമുക്ക് ആ സെയിം ഡിസൈനിലുള്ള വാർഡ്രോബ് നമുക്ക് ഈ ഒരു സൈഡിലും കിട്ടുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലുമാണ് കിട്ടുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് നമുക്കറിയാം യൂട്ടിലിറ്റി ഏരിയ. ഇപ്പോൾ ഉള്ള വീടുകൾക്കെല്ലാം സ്ഥലം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് വസ്ത്രങ്ങൾ വാഷ് ചെയ്യാനും ഉണക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാമായി ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് യൂട്ടിലിറ്റി ഏരിയ. കവേർഡ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഫെസിലിറ്റി എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ. അത്യാവശ്യം നല്ലൊരു വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ അവസാനമായി പോകുന്ന ഈ വീടിൻ്റെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ്. നമുക്കത് കണ്ടിട്ട് വരാം. അവസാനമായി നമ്മൾ ഈ വീടിൻ്റെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ 2 സ്പേസാണ് ബാൽക്കണിക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മിറർ വർക്ക് എല്ലാം കാണാൻ കഴിയുന്നതാണ്. നല്ലൊരു മനോഹരമായൊരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു മിറർ വർക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെയും കവേർഡ് പോർഷനാണ് ബാൽക്കണിക്കായി കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണി, കാരണം 2 കൂടി കൂടുമ്പോൾ നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ.
ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എന്ന ലൊക്കേഷനാണ്. കാക്കനാട് എല്ലാം വളരെ അടുത്താണ്. ഇൻഫോ പാർക്ക് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ നിന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള ഏരിയാസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്കൂൾസും എല്ലാം ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ്. 1750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4 സെൻറ്റാണ് അതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 4 BHKയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് വില ഇവർ ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഹോം ലോണോട് കൂടി ഈ വീട് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഒട്ടേറെ വില്ലകൾ ഈ ഒരു ഏരിയ തന്നെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സൈറ്റ് വിസിറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഈ വില്ല അല്ലെങ്കിൽ മറ്റൊരു വില്ല നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. സോ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ചോദിച്ചറിയുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. താങ്ക് യു.